നമുക്കിന്ന് സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ബിരിയാണിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ചിക്കൻ 65 ബിരിയാണിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളതും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റൈസ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 3-4 പ്രാവശ്യം നല്ലതായിട്ടൊന്ന് കഴുകി വെള്ളം തെളിയുന്നവരെ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പം ഞാൻ ഈ 1 കപ്പിനാണ് 1 കപ്പ് റൈസ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുക അളവൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ വരെ ഇല്ലെങ്കിൽ 1 മണിക്കൂർ വരെയൊക്കെ നമുക്കിതൊന്ന് കുതിർത്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂറാണ് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ചിക്കൻ എടുക്കുക. അപ്പോൾ ബോൺലെസ് ഒന്നും ഇല്ല, എല്ലോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളമൊട്ടില്ലാതെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, എരിവിനായിട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വളരെ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരു 1/2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്ന് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ചതച്ചതോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും 1 സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് 1 സ്പൂൺ. ഇതിലേക്ക് ഇനി 3 സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ടേബിൾ സ്പൂൺ അല്ല, സ്പൂൺ കണക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ ചേർത്ത് യോജിപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ എടുക്കുന്ന സമയത്ത് ഇതിൽ നിന്നും കുറച്ച് ബോൺലെസ് ചിക്കൻ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാമെങ്കിൽ നമുക്ക് റൈസിന് ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പെരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ അത്രയും നല്ലതാണ്, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1 മണിക്കൂർ കറക്റ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടിക്കാത്ത സ്പൈസസുകളെല്ലാം ചേർത്ത് കൊടുക്കുക. അത് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസ് സവാളയായിരുന്നു 2 എണ്ണം, അത് രണ്ടും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ സവാള ഇനി ഒത്തിരി വഴറ്റിയെടുക്കാനൊന്നും നിൽക്കേണ്ട, ജസ്റ്റ് ഒരു 2-3 മിനിറ്റോളം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചതോ 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ കൂടിയിട്ടാണ് 1 സ്പൂൺ ചേർത്ത് കൊടുത്തത്. വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാലപ്പൊടി 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ ആ സവാളയിലൊക്കെ മസാല പിടിക്കുന്ന വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി ഇതിലേക്ക് ഒരു നന്നായിട്ട് പഴുത്ത തക്കാളി, വലുതാണെങ്കിൽ 1 മതിയാവും, ചെറുതാണെങ്കിൽ 2 എണ്ണം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറുതായതുകൊണ്ട് 2 എണ്ണം പഴുത്തത് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോൺലെസ് ചിക്കന് പകരം മാഗി ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ എൻ്റെ കയ്യിൽ മാഗി ക്യൂബ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ പീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബോൺലെസ് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. അപ്പോൾ വളരെ കുറച്ച് മതി. ഇതിലേക്ക് ഇനി മല്ലിയില, പുതിനയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം.
ചിക്കനും മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇത് ഒരു 2-3 മിനിറ്റ് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ചിക്കനിലേക്ക് ഉപ്പും മസാലയൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ മാത്രം മതിയാവും. ചിക്കൻ കുക്കാവാനൊന്നും നിൽക്കണ്ട. അപ്പോൾ അത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ റൈസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ റൈസ് ഊറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മുഴുവനായിട്ടും റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് റൈസാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 1 കപ്പും വെള്ളം ഒട്ടുമില്ലാതെ ഇതിലേക്ക് മുഴുവനായിട്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉടഞ്ഞു പോവാതെ, റൈസ് ഒട്ടും പൊട്ടിപ്പോകാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയും റൈസും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സൈഡൊക്കെ ചേർത്ത് തന്നെ റൈസ് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ സമയം കൊണ്ട് നമ്മൾ ഈ റൈസ് അളന്ന കപ്പിന് 1.5 കപ്പ് വെള്ളം, 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് വന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, തിളപ്പിച്ച് തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് റൈസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മസാലയായിട്ട്. അപ്പോൾ നമ്മുടെ വെള്ളവും ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് വെള്ളമുണ്ട്, അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഉപ്പ് എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കാനായിട്ട് എളുപ്പമാകും. അല്ലെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വെള്ളത്തിൽ ഉപ്പിട്ടാണ് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നാരങ്ങയുടെ പകുതി ഒട്ടും കുരുവില്ലാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇനി ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഉപ്പെല്ലാം കറക്റ്റായി എന്ന് നോക്കിയതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ മേലിലായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുക്കറിൻ്റെ അടപ്പ് വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റൈസ് ആകുന്ന സമയം കൊണ്ട് നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ ഏത് ഓയിലാണോ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഓയിൽ കുറച്ച് ഒഴിക്കുന്നതനുസരിച്ചിട്ട് നമ്മളൊരു 2-3 പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ 3 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച ഓയിലിലേക്ക് വേണം നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒട്ടും ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു സൈഡായി കിട്ടും. അങ്ങനെ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ഇപ്പോൾ 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഇത് കോരി മാറ്റാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടും. കുഞ്ഞു കുഞ്ഞു പീസുകളായതുകൊണ്ട് തന്നെയും നല്ല മൊരിഞ്ഞ് നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തതും ഞാനിവിടെ ഇട്ട് 2 സൈഡും കുക്ക് ചെയ്ത് കോരി മാറ്റുന്നുണ്ട്. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു 65 റെസിപ്പിയാണ് ഇത്. നമുക്ക് ഈ ബിരിയാണിയുടെ കൂടെ അല്ലാതെയും നമുക്കിത് കഴിക്കാവുന്നതാണ്. അങ്ങനെ ചിക്കൻ എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റൈസും റെഡിയായി, സ്റ്റീമെല്ലാം പോയതിന് ശേഷം തുറന്നിട്ടുള്ളതാണ്. ഇനി ഒരു സൈഡിൽ നിന്ന് റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തമ്മിലൊന്നും ഒട്ടാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ അടിപൊളി സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ, എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. എപ്പോഴും നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചിക്കൻ 65 ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി ചിക്കൻ ഫ്രൈ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ റൈസും മാത്രം മതിയാവും കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്. ഈ റൈസിന് ആ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ ഞെക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ പുതിയ വീഡിയോസുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
താങ്ക് യു ഫോർ വാച്ചിങ്.